പ്രിയപ്പെട്ടവരെ, 3 ദിനങ്ങളിലായി നമ്മൾ നടത്തി വന്നിരുന്ന ധ്യാനത്തിൻ്റെ പ്രധാന ദിനമാണിന്ന്. ഇന്നലെ നല്ല ഒരു കുമ്പസാര ഒരുക്കത്തിലൂടെയും പാപ അവബോധത്തിലൂടെയും നമ്മുടെ തകർന്നുപോയ ദൈവ മനുഷ്യ ബന്ധത്തെ, ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ ഊട്ടിയുറപ്പിച്ചു. ഇന്ന് പരിശുദ്ധാത്മ ജീവിതത്തെക്കുറിച്ചാണ്, ലൈഫ് ഇൻ ഹോളി സ്പിരിറ്റ്. ആത്മാവാണ് നമുക്ക് ജീവൻ നൽകുന്നതെന്ന വലിയ തിരിച്ചറിവോടുകൂടി നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, സമൂഹത്തിൽ, എൻ്റെ ഇടവകയിൽ ഞാൻ എങ്ങനെ ആയിത്തീരണമെന്നതിനെക്കുറിച്ചുള്ള ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് പ്രിയ ബഹുമാനപ്പെട്ട ജോസ് പുതിയടത്തച്ഛനാണ്. നമുക്ക് അച്ഛൻ എല്ലാവർക്കും അറിയാം. അച്ഛനിപ്പോൾ നമ്മുടെ അതിരൂപതയുടെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ജനറലായിട്ട് സേവനം ചെയ്യുന്നു. അതേസമയം തന്നെ ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ സ്നേഹ ശുശ്രൂഷാലയത്തിൻ്റെ ഡയറക്ടറായിട്ടും അച്ഛൻ സേവനം ചെയ്യുന്നു. ആത്മീയ ജീവിതം എങ്ങനെ പരിശുദ്ധാത്മാവിൽ നമുക്ക് പൂർത്തിയാക്കപ്പെടുന്നു എന്നുള്ള ആ വലിയ തത്വം, ആ വലിയ ആശയം നമ്മളിലേക്ക് ധ്യാനചിന്തകളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട പുതിയടത്തച്ഛൻ നമ്മളെ ഈ ധ്യാന ദിവസം നയിക്കുന്നു. അച്ഛൻ തന്നെയാണ് ഇന്നത്തെ വചന വിചിന്തനത്തിനും ആരാധനയ്ക്കും നേതൃത്വം നൽകുന്നത്. പ്രാർത്ഥനാപൂർവം നമുക്ക് ധ്യാനചിന്തകളിലേക്ക് പ്രവേശിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വചനം. അവിടെ വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വീകരിക്കപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വലിയൊരു ആത്മീയ രഹസ്യമാണ് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. അവിടെ വിശുദ്ധ പൗലോസ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയൊരു രഹസ്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളത് അറിയണം. കാരണം മാമോദീസ വഴി നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ആത്മീയ നന്മയെക്കുറിച്ചാണ് വിശുദ്ധ പൗലോസ് അവിടെ പറയുന്നത്. നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചവരാണ്. ആ മാമോദീസ സ്വീകരിച്ച നമുക്ക് ലഭിച്ചിരിക്കുന്ന 3 പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മൾ ഓർത്തിരിക്കണം. കുട്ടികളായി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മാമോദീസ എന്ന കൂദാശ എന്താണെന്ന് ചോദിക്കുമ്പോൾ സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? മാമോദീസ എന്ന കൂദാശ എന്താണെന്ന ചോദ്യത്തിന് ഉത്തരമായി സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ജന്മപാപത്തിൽ നിന്നും, കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നൽകി നമ്മെ ദൈവത്തിൻ്റെ മക്കളും സഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാണ് മാമോദീസ. ഇതാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മളിത് ബോധ്യപ്പെടണം. എനിക്ക് തോന്നാറുണ്ട്, പലപ്പോഴും നമുക്ക് ഈ സത്യങ്ങളെക്കുറിച്ച്, ഈ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ബോധ്യത്തിലേക്ക് വരണം. അപ്പോൾ അവിടെ പറയുകയാണ്, ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നൽകുന്നു. ഏത് കൂദാശയിലൂടെ? മാമോദീസ എന്ന കൂദാശ. നമ്മൾ വിശ്വാസ പ്രമാണത്തെ ഏറ്റുകൊല്ലുമ്പോൾ
അവിടെ 10ാമത്തെ രഹസ്യമായിട്ട് ഏറ്റുപറയുന്നത് പാപമോചനത്തിലുള്ള ഏക മാമോദീസായിലും ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നാണ്. ആ വിശ്വാസ രഹസ്യം നമുക്ക് നേരിട്ട് പറയാം. പാപമോചനത്തിനുള്ള, കേട്ടില്ല, പാപമോചനത്തിനുള്ള ഏക മാമോദീസായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. കണ്ടോ, ഒറ്റ മാമോദീസായേ ഉള്ളൂ. രണ്ടാമതൊരിക്കലും ആർക്കും മാമോദീസ നൽകാൻ പറ്റില്ല. വീട്ടുമാമോദീസ നൽകിയാൽ പോലും അതിനെ സഭ അത് വാലിഡായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്ന് അതിൻ്റെ കർമ്മം പൂർത്തീകരിക്കുകയുള്ളൂ. അപ്പോൾ മാമോദീസ വഴി നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം പാപമോചനമാണ്. എല്ലാ പാപങ്ങളിൽ നിന്നും, ജന്മപാപമെന്ന് പറയുന്ന പാരമ്പര്യമായി നമ്മിലേക്ക് കടന്നു വരുന്ന പാപത്തിൻ്റെ സ്വാധീനമാണ്. കർമ്മപാപമെന്ന് പറയുന്നത് നമ്മുടെ പാപപ്രവർത്തികളുടെ ഫലമായി നമ്മിൽ പ്രവേശിക്കുന്ന പാപശക്തികളാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം, ജന്മപാപവും കർമ്മപാപവും. പാരമ്പര്യമായി പിതാക്കന്മാരിലൂടെ അല്ല പൂർവികരിലൂടെ നമ്മിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന നന്മകളുണ്ട്, അതുപോലെ തന്നെ പോരായ്മകളുണ്ട്, അല്ലെ പാപശക്തികളുണ്ട്, തിന്മയുടെ സ്വാധീനങ്ങളുണ്ട്. അപ്പം അതിൽ നിന്ന് മോചനം നൽകുന്ന കൂദാശയാണ് മാമോദീസ. അതാണ് പാപമോചനത്തിനായുള്ള ഏക മാമോദീസായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഇനി പാപമോചനത്തിന് മാമോദീസായി വിശ്വസിക്കാൻ നമുക്ക് വേറൊരു കൂദാശയുണ്ട്. പാപമോചനം നൽകുന്ന വേറൊരു കൂദാശയുണ്ട്. എന്താണത്? കുമ്പസാരമാണ്. അത് എന്താണ്? മാമോദീസായ്ക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾക്കും കുറവുകൾക്കും മോചനം നൽകുന്ന കൂദാശയാണ് കുമ്പസാരം. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ മാമോദീസായെ കുമ്പസാരത്തെ രണ്ടാം മാമോദീസ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ബാപ്റ്റിസം, കുമ്പസാരം. അതുകൊണ്ടാണ് കുമ്പസാരത്തിലും പാപമോചനം. ഇനി മാമോദീസ വഴി നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം പാപമോചനമാണ്. പിന്നെ 3 പോസിറ്റീവ് ബ്ലെസ്സിങ്സ് ആണ്. 3 അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ഏതൊക്കെയാണ്? നമ്മൾ ദൈവമക്കളായി തീരുന്നു, സഭയുടെ അംഗങ്ങളായി തീരുന്നു. മൂന്നാമത്തത് എന്താണ്? സ്വർഗത്തിന് അവകാശികളായി തീരുന്നു. നമ്മളൊന്ന് ഏറ്റുപറഞ്ഞ്, ദൈവമക്കളായി തീരുന്നു, സഭയുടെ അംഗങ്ങളായി തീരുന്നു, സ്വർഗത്തിന് അവകാശികളായിട്ട് തീരുന്നുണ്ട്. 3 അനുഗ്രഹങ്ങളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത് മാമോദീസ എന്ന കൂദാശ വഴിയാണ്. സഭയുടെ അംഗങ്ങളായി തീരുന്നത് മാമോദീസായിലൂടെയാണ്. ഭൗതിക ശരീരമായ യേശുവിൻ്റെ ഭൗതിക ശരീരമായ സഭയുടെ അംഗങ്ങളായിട്ട് തീരും. മൂന്നാമത്തത്, നമ്മൾ സ്വർഗത്തിന് അവകാശികളായിട്ട് തീരും. നമ്മുടെ അവകാശമാണ്. പൗലോസേ പറഞ്ഞില്ലേ, ഈ യേശുവിൽ വിശ്വസിച്ച ആത്മാവിനെ സ്വീകരിക്കുന്നത് വഴി ദൈവമക്കളായിട്ട് ആ ഒരു അവകാശമാണ് സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നത് എൻ്റെ അവകാശമാണ്. അപ്പം നമ്മളെല്ലാം മാമോദീസ വഴി ദൈവമക്കളായി തീർന്ന മക്കളാണ് നമ്മൾ ഓരോരുത്തർ. ഈ ഒരു അവബോധം നമുക്കെല്ലാവർക്കും വേണം. അതുകൊണ്ടാണ് ദൈവത്തെ ആബ പിതാവേ എന്ന് വിളിക്കാനുള്ള അവകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്വന്തം പിതാവിനെ അല്ലെ അപ്പനെ അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട്. അപ്പച്ച എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്. ഡാഡി എന്ന് വിളിക്കാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം എന്താ? മക്കളായതുകൊണ്ടാണ്. അയൽവക്കത്തെ ചേട്ടനെ നമ്മൾ ചേട്ടാന്ന് വിളിക്കാം, അങ്കിളെ എന്ന് വിളിക്കാം, ആൻറ്റി എന്നൊക്കെ വിളിക്കും. പക്ഷേ സ്വന്തം അപ്പനെ മാത്രമേ ഡാഡി എന്ന് വിളിക്കാൻ പറ്റൂ, അപ്പ എന്ന് വിളിക്കാൻ പറ്റൂ. അതെൻ്റെ അവകാശമാണ്. അത് മാമോദീസ വഴിയാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിലത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമായിരുന്നു, നിങ്ങളോട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാൽ നിങ്ങൾ അപ്പം പറയും, ഇല്ലേ? കുട്ടികളോട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജന്മദിനം ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ ഓർക്കുമില്ലേ? എല്ലാവരുടെയും മനസ്സിൽ ഓർമ്മയുണ്ട്, ഞാൻ ജനിച്ച തീയതി ഏതാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബാപ്റ്റിസം ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും പറയുമോ? പറയുകയല്ല. പണ്ട് ഞാൻ കാറ്റഗിസം ഡയറക്ടർ ആയിരുന്നപ്പോൾ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ മുകളിൽ ഒരു പേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ്?
നിങ്ങളുടെ മാമോദിസ പേരെഴുതാൻ, ഡേറ്റ് ഓഫ് ബർത്ത് എഴുതണം, ബാപ്റ്റിസം ഡേറ്റ് എഴുതണം. എന്തിനാണ്? അതൊന്ന് ഓർക്കാൻ വേണ്ടിയായിരുന്നു. അതിൻ്റെ അർത്ഥം ഡേറ്റ് ഓഫ് ബാപ്റ്റിസം പ്രധാനപ്പെട്ടതാണെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ എപ്പോഴും പറയാറ്. കാരണം അന്നാണ് മനുഷ്യ മക്കളായി തീർന്ന നമ്മൾ, ജന്മമെടുത്ത നമ്മൾ ദൈവമക്കളായി ഉയർത്തപ്പെട്ടത്. ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദൈവത്തെ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ പൗലോസ് പറയുന്നു കണ്ടോ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ആത്മാവ് മൂലമാണ് നമ്മൾ ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ യോഗ്യത ലഭിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, വലതുകരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആബാ പിതാവേ എന്ന് വിളിക്കണം. നമ്മൾ പലപ്പോഴും വിളിക്കാറില്ല. ഈശോ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പിതാവിനോടൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ പറയുക. പിതാവിനോടൊന്നും ചോദിക്കണില്ല, ഈശോ വരെയൊക്കെ എത്തുന്നുണ്ട്. പുണ്യാന്മാരിലൂടെ പ്രാർത്ഥിക്കും, ഈശോയോട് പ്രാർത്ഥിക്കും. പക്ഷേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പാടുന്ന ഒരു പാട്ട്, നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ടൊരു പാട്ടാണ്. ആ പാട്ടൊന്ന് പാടാം. ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. എല്ലാവരും ഒന്ന് പാടിക്കേ. ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. എല്ലാവരും ഒരിക്കൽ കൂടി പാടാം. ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. എല്ലാവരും ആബാ പിതാവേ, ആബാ പിതാവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. യേശുവിൻ നാമത്തിൽ അർപ്പിക്കുന്ന ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കേണമേ. ഈ പ്രാർത്ഥന കണ്ടോ, ഈ പൗലോസ്ലീഹ നമ്മെ അനുസ്മരിപ്പിക്കുന്ന വാക്യമാണത്. പരിശുദ്ധാത്മാവ് മുഖേനയാണ് നമുക്ക് ദൈവത്തെ ആബാ പിതാവി എന്ന് വിളിക്കാനുള്ള യോഗ്യത ലഭിച്ചത്. പരിശുദ്ധാത്മാവിൽ ജനിച്ചത് വഴിയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ഉയർത്തപ്പെട്ടത്. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ആ ഒരു അവയർനെസ്, അവബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുക. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ഒരു കാര്യം എല്ലാ കാലത്തും നമ്മൾ ആവർത്തിച്ച് കുട്ടികളോടും മുതിർന്നവരോടും ഒക്കെ പറയണം. ഞാൻ കാറ്റഗിസം പഠിക്കാനായിട്ട് വിദേശത്ത് പോയി, റോമിൽ പോയപ്പോൾ എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി വിവിധ ക്രിസ്തീയ സമൂഹങ്ങൾ എങ്ങനെയാണ് വിശ്വാസ പരിശീലനം നൽകുന്നതെന്ന് പഠിക്കാനായി ചില ഗ്രൂപ്പുകളിൽ പോയി. അതിലൊരു ഗ്രൂപ്പിൽ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം, അതൊരു വലിയ ദൈവശാസ്ത്രജ്ഞനാണ്, അദ്ദേഹം നയിക്കുന്ന ഒരു വലിയ കാത്തലിക് ഗ്രൂപ്പല്ല, പക്ഷേ നോൺ കാത്തലിക്കാണ്, ക്രിസ്ത്യൻസാണ്. പക്ഷേ അവർക്കൊരു പ്രത്യേക ഫോർമേഷനാണ് കൊടുക്കുന്നത്. അപ്പം അന്ന് അദ്ദേഹം ജോൺ വെസ്റ്റർഹോഫ് എന്ന് പറയുന്ന ഒരു ദിവ്യശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞു പ്രായം മുതൽ, മാമോദിസ മുക്കുന്ന ദിവസം മുതൽ അവരുടെ ചെവിയിൽ പറഞ്ഞു പഠിപ്പിക്കണം.
എന്താണ്? മകനെ, മകളെ, നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. നീ ദൈവത്തിൻ്റെ മകനാണ്, നീ ദൈവത്തിൻ്റെ മകളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ഒരു അവബോധം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് അദ്ദേഹം പറയും. അല്ലാതെ ഞങ്ങൾ പാപികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. ദൈവമക്കളായി തീർന്നവരാണ് നമ്മൾ. ആ ദൈവമക്കളുടെ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ പറ്റാത്തത്. ക്രിസ്ത്യാനികൾക്ക് ചില കാര്യങ്ങൾ പറ്റിയല്ല. മറ്റുള്ളവരൊക്കെ അത് ചെയ്യും. ചിലർ ചോദിക്കല്ലേ, അവരൊക്കെ ജീവിക്കണുണ്ടല്ലോ, അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, പൊയ്ക്കോട്ടെ. പക്ഷെ ക്രിസ്തു ശിഷ്യരായി നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവമക്കളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ആഴപ്പെടണം. ഇനി എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത് വഴിയാണ്. ഇത് നമ്മൾ ദൈവാത്മാവിനെ സ്വീകരിച്ചാൽ മാത്രം പോരാ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം. ആ വചനം നമ്മളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനം ഒന്ന് വലതുകരമുയർത്തി ഏറ്റുപറഞ്ഞ്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഈ ഒരു അവബോധം നമ്മുടെ മനസ്സിൽ വരണം. നമ്മൾ തളർന്നു കിടക്കേണ്ടവരല്ല, തളർന്ന് ജീവിക്കേണ്ടവരല്ല. ദൈവികമായ കൃപകളുള്ളവരാ നമ്മൾ. ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളുടെ കൃപയുള്ളവരാ നമ്മൾ. കേട്ടോ, കർത്താവ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തെ പറയാ, വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുമെന്നാ പറഞ്ഞു. ഇത്രയും അധികാരമുള്ളവരാണ് ക്രിസ്തു ശിഷ്യരായ നമ്മൾ. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ, മാമോദീസ സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. എന്നിട്ട് ഈശോ പറയുകയാണ്, വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. കണ്ടോ, ഈ കൃപകൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ മാരകമായി എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, സർപ്പങ്ങളെ കയ്യിലെടുക്കും. എന്നിട്ട് ഈശോ പറയുകയാണ്, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും പവേഴ്സ് നമുക്കുണ്ട്. ഈശോ തന്നിരിക്കുന്ന അധികാരമാണത്. വിശ്വസിച്ച് മാമോദീസ സ്വീകരിക്കുന്ന ദൈവമക്കളായി നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആത്മീയ അധികാരങ്ങളാണിത്. പക്ഷെ പലപ്പോഴും നമുക്കറിയാൻ പാടില്ല. നമ്മൾ പിശാചുകളെ പേടിച്ച് നടക്കും, അല്ലെ സാത്താനെ പേടിച്ച് നടക്കും. സാത്താനെ ബഹിഷ്കരിക്കാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം കിട്ടിയവൻ സാത്താനെയും പേടിച്ചോണോ, അല്ലെ പിശാചുക്കളെ പേടിച്ച് നടക്കാം. ഈ ഇടയ്ക്ക് ഞാൻ യൂട്യൂബിൽ ഒരു ടോക്ക് കേട്ട, ആരുടെയാണ് ഞാൻ ഓർക്കുന്നില്ല. അവിടെ പറയുകയാണ്, ക്രിസ്ത്യാനികൾക്ക് ക്ഷുദ്രപ്രയോഗങ്ങൾ ഫലിക്കുകയല്ലെന്ന് പറയും. കാരണം എന്താ? ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തു ശിഷ്യരായി ജീവിക്കുന്നവർക്ക് ഒരു ക്ഷുദ്രവും ബാധിക്കുകയില്ല. കാരണം അവന് നമ്മളെ പേടിയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കുന്നത് കൊണ്ട് നമ്മുടെ സാന്നിധ്യത്തിൽ തിന്മയുടെ ശക്തി കെട്ടുപോവുകയാണ് ചെയ്യും. അല്ലാതെ അത് നമ്മളെ ബാധിക്കും. പക്ഷേ നമ്മൾ പവർലെസ് ആയാൽ, ആത്മാവിലുള്ള ജീവിതം കുറഞ്ഞു പോയാൽ, നമ്മുടെ ശക്തി ക്ഷയിച്ചു പോയാൽ അതെല്ലാം നമ്മളെ ബാധിക്കാൻ തുടങ്ങും. അതാണ് അതിൻ്റെ വ്യത്യാസം. അതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മൾ കൊറോണ കാലം വന്നപ്പോൾ നമുക്കറിയാം, കൊറോണ വൈറസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് റെസിസ്റ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടെങ്കിൽ അത് ബാധിക്കുകയല്ല. ഒരു രോഗാണുവും നമ്മളെ ബാധിക്കുകയല്ല. ശരീരത്തിന് റെസിസ്റ്റൻസ് പവർ ഉണ്ടെങ്കിൽ, പ്രതിരോധ ശക്തി ഉണ്ടെങ്കിൽ ഒരു രോഗാണുക്കളും നമ്മളെ ലോകത്തിൽ ഒത്തിരി രോഗാണുക്കളുണ്ട്, പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുകയല്ല. പക്ഷേ നമുക്ക് ശക്തിയില്ലെങ്കിൽ, പ്രതിരോധ ശക്തി കുറഞ്ഞു പോയാൽ രോഗാണുക്കൾ നമ്മളെ ബാധിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം.
അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ, ആ നിറവിലാണ് നമ്മൾ, ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, തിന്മയുടെ ശക്തികൾ ലോകത്തിലുണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കുകയില്ല, തകർക്കുകയില്ല. നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നൊരു വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-11 വാക്യങ്ങൾ, 10-ാമത്തെ വാക്യം തന്നെ മതി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമായ ഒരു ദൈവവചനമാണ്. അവിടെ പറയുകയാണ്, ഈശോ നമ്മളോട് പറയുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് സാത്താൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വചനമൊന്ന് നമുക്ക് വലതുകരം ഉയർത്തിയേറ്റ് പറയാം. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് സാത്താൻ വരുന്നത്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, കർത്താവിന്റെ ശ്രദ്ധേയമായൊരു വചനം ദൈവമക്കളായ നമുക്ക് ഈശോ നൽകുന്ന, നമ്മുടെ രക്ഷകനായ ഈശോ നമ്മളോട് പറയുന്ന വചനമാണ്. മക്കളെ, സാത്താൻ വരുന്നത് എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയല്ല. സാത്താൻ വരുന്നത്, ദുഷ്ടനായ സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനും. നോക്കിക്കോ, സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ജീവനെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ആദ്യ മാതാപിതാക്കളെ ദൈവം സൃഷ്ടിച്ച് ജീവന്റെ ഭവനത്തിൽ വസിപ്പിച്ചു, പറുദീസായിൽ അവരെ വാസമുറപ്പിച്ചു. ദൈവം മാറിക്കഴിഞ്ഞപ്പോൾ ആരാ വന്നത്? സാത്താൻ വന്നവരെ പ്രലോഭിപ്പിക്കുക. അവൻ വന്നത് എന്തിനാ? ആദ്യ മാതാപിതാക്കളെ നന്നാക്കാനല്ല അവൻ വന്നത്. അവൻ വന്നത് എന്തിനാണ്? അവരുടെ ജീവിതത്തെ നശിപ്പിക്കാനാണ്. അവൻ വഞ്ചന പറഞ്ഞ്, നുണ പറഞ്ഞാണ് അവരെ പറ്റിച്ചത്. അതുകൊണ്ട് ഈശോ പറഞ്ഞത്, സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണവൻ. അവൻ വഞ്ചകനാണ്, സത്യം പറയില്ല, അവൻ കള്ളത്തരെ പറയൂ. ഈശോയുടെ വചനങ്ങളായിരുന്നു. അപ്പൊ ഈശോ പറയുകയാണ്, സാത്താൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം മോഷ്ടിക്കാനും കൊല്ലാനും വരുന്ന സാത്താൻ്റെ തന്ത്രങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. ചതിയനാണ്. എന്നാൽ ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടായാൽ മാത്രം പോരാ, അത് സമൃദ്ധമായി ഉണ്ടാകണം. ചിലപ്പോൾ നമുക്ക് ക്ഷീണം വരാറുണ്ട്. ഇപ്പം കൊച്ചു പിള്ളേർക്കൊന്നും ആദ്യം മതി. പക്ഷേ ആ ക്ഷീണം ഉണ്ടാകുമ്പോൾ എന്താ? ജീവനുണ്ട്, പക്ഷേ ഉണർന്നു നടക്കുക. ഇപ്പം ഒന്നും ചെയ്യാൻ തോന്നണില്ലെന്ന് പറയും ചില ആൾ. അച്ഛാ, ഒന്നും ചെയ്യാൻ തോന്നണില്ല. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ, ഒന്ന് പള്ളിയിൽ പോകാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോകാൻ, ഒരു ജോലിക്ക് പോകാൻ, ഒരു തളർച്ച. ആ തളർച്ച ബാധിച്ച മനുഷ്യന് ജീവനുണ്ട്, പക്ഷേ ജീവൻ സമൃദ്ധിയില്ല, ജീവന്റെ നിറവില്ല. അതുകൊണ്ട് എന്താ? ഒരു തരം മന്ദത ബാധിക്കും, ഒരു തരം തളർച്ച. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടാകും. നമുക്ക് ദൈവീയ ജീവനുണ്ട്, മാമോദിസ മുഖി ദൈവമക്കളായി തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ചില കാലഘട്ടത്തിൽ, ചില സാഹചര്യങ്ങളിൽ ഈ ജീവന്റെ ശക്തി കുറഞ്ഞു പോകും. അവിടെയാണ് ഈശോ പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകണം. നമുക്ക് ജീവനുണ്ടാകണം. ഈശോയുടെ ആഗ്രഹം അതാണ്. നമ്മളാരും തളർന്നു പോകാനല്ല ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. ഈശോ നമ്മളെ രക്ഷിച്ച ദൈവമക്കളാക്കി ഉയർത്തിയത് നമ്മൾ തളർന്നു പോകാനല്ല. ഈശോ പാടുപീഡകൾ സഹിച്ച് മരിച്ചതും ഉത്ഥാനം ചെയ്തതും പരിശുദ്ധാത്മാവിനെ നൽകിയതും നമ്മൾ തളർന്നു പോകാനല്ല, നമ്മൾ ശക്തി പ്രാപിക്കാനാണ്. അതുകൊണ്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ കാര്യം അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, അല്ലെ 6 മുതലുള്ള വാക്യം വായിക്കാം. അവിടെ ഇപ്രകാരമാണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ്
ഈശോ പറഞ്ഞ കാര്യങ്ങൾ ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ. അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ ഈശോയോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണ്? ഈശോ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള കാലമോ സമയമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, ഈശോ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്. ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് ശിഷ്യന്മാരോട് ഇത് പറഞ്ഞത്. നിങ്ങൾ എപ്പോഴാണ് കർത്താവിൻ്റെ 2ാം വരവ് അല്ലെ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട. അത് പിതാവാണ് നിശ്ചയിക്കുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, പരിശുദ്ധാത്മാവ്, കാരണം കർത്താവ് വാഗ്ദാനം ചെയ്തു, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ടു പോകരുതെന്ന് ഈശോ പറഞ്ഞു. ആ ഈശോ പറഞ്ഞ വാക്യമാണ് വീണ്ടും ഇവിടെ ആവർത്തിച്ചത്. എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. നമുക്കൊരു ഉണർവ് വരും. ഇവിടെ നിങ്ങൾ പാടിയില്ലേ കഴിഞ്ഞ ടോക്കിന് മുമ്പ്, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ എന്ന്, ഇല്ലേ? ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഇല്ലേ? ആ പാട്ട് പാടുന്നതിൻ്റെ കാരണം ഇതാണ്. ഈശോയാണ് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റിയല്ല. അവർ ഉണർന്നു കഴിഞ്ഞാൽ, ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും, ആത്മാവാൽ എന്നെ ഉണർത്തും. ആ പാട്ടൊന്ന് പാടാം നമുക്ക്. ആ പാട്ടിൻ്റെ ആദ്യത്തെ ആ ഒരു പാദം മാത്രം നമുക്കൊന്ന് പാടാം. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ എന്ന്. ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. നമുക്കത് പാടാം. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവരുണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവരുണരും. എൻ ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവരുണരും. എൻ സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവരുണരും. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ എന്നെ, ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും,
ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാൽ എൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. Praise the Lord. Praise the Lord. അപ്പോൾ ഈ വചനമാണ് ഈ ഗാനമായിട്ട് മാറിയേക്കുന്നത്. കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ വചനമാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കണ്ടോ, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നതും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നതും എല്ലാം യേശുവിന് സാക്ഷികളായി ജീവിക്കുവാൻ. പക്ഷെ അതിന് ആവശ്യമായൊരു കാര്യം പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയണം, ആത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ ജീവനാണ്. എന്തെല്ലാം പറയാമോ അതെല്ലാം പരിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, ആ ആത്മാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അല്ലെ നന്മകളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പൗലോസ്ലീഹ പറയുന്ന 9 എണ്ണമാണ്. 3 എണ്ണം എക്സ്ട്രാ ചേർത്താണ് നമുക്ക് 12 ഫലങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അവിടെ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ ഈ ഗുണങ്ങളുണ്ടായിരിക്കും. എന്നാൽ എവിടെ അശുദ്ധാത്മാവുണ്ടോ അവിടെ അതിൻ്റെ പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, ഗലാത്യക്കാർക്ക് ലേഖനത്തിലാണ് വിശുദ്ധ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്ന അടുത്ത് തന്നെയാണ് ഗലാത്യക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 16 മുതൽ വാക്യം. കണ്ടോ, അശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയാം. അശുദ്ധാത്മാവുള്ളവർക്ക് അവരിൽ നിൽക്കുന്ന സ്വഭാവം അല്ലെ, ഒരാളിൽ പരിശുദ്ധാത്മാവാണോ അതോ ലോകത്തിൻ്റെ ആത്മാവ് അല്ലെ അശുദ്ധാത്മാവാണോ ബാധിക്കുന്നതെന്ന് സ്വാധീനിക്കുന്നതെന്ന് പറയുന്ന ഇപ്രകാരമാണ്. 16 മുതലുള്ള വാക്യങ്ങൾ. ഗലാത്യക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 16 മുതൽ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. എന്താണത്? അത് വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഇവയ്ക്ക് സദൃശമായ പ്രവർത്തികളുമാണ്. കണ്ടോ, നെഗറ്റീവാണതെല്ലാം. വിദ്വേഷമുള്ളവർ, വൈരാഗ്യമുള്ളവർ, അശുദ്ധ പ്രവർത്തികളുള്ളവർ, മദ്യപാനികൾ, അല്ലെങ്കിൽ മധുരോത്സവം നടക്കുന്ന, ആഭിചാരങ്ങൾ ചെയ്ത് നടക്കുന്ന, ഇതെല്ലാം നെഗറ്റീവാണ്. പരിശുദ്ധാത്മാവുള്ള ഒരാൾക്കത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പറയുകയാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. കണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. നമ്മൾ അറിയണം, നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരാളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടോ ഇല്ലയോ എന്നറിയുന്നത് ഈ ഫലങ്ങളിലൂടെയാണ്. ഒരു വൃക്ഷം മാവാണോ പ്ലാവാണോ നമ്മൾ അറിയുന്നത് ഇലയൊക്കെ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ അറിയുന്നതെന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ ഒരാൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണോ അല്ലയോ എന്നറിയുന്നതിൻ്റെ ഫലങ്ങളിൽ നിന്നാണ്, അവൻ്റെ പ്രവർത്തികളിൽ നിന്നാണ്, അവൻ്റെ സംസാരത്തിൽ നിന്നാണ്, പെരുമാറ്റത്തിൽ നിന്നാണ്, പ്രവർത്തികളിൽ നിന്നാണ്. ഒരുവന് സ്നേഹമുണ്ടെങ്കിൽ അവൻ ആത്മാവിൻ്റെ മകളാണ്. സന്തോഷപ്രകൃതി, വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും പറയും, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ളവനായിരിക്കണം. അതിൻ്റെ ഐഡൻറ്റിറ്റിയാണത്. അതാണ് ആത്മീയ സന്തോഷം. കഷ്ടതയുടെ മധ്യത്തിലും സന്തോഷമായിട്ട് ജീവിക്കുന്നു.
സഹനത്തിൻ്റെ മധ്യത്തിലും ശാന്തതയോടെ വർത്തിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനപ്രിയർ, സൗമ്യത, നന്മ, വിശ്വസ്തത, ക്ഷമ, ഇതെല്ലാം ഉണ്ടാവും. പരിശുദ്ധാത്മാവില്ലാത്തവന് അത് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ നിറവ് അതാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. എല്ലായിടത്തും നീ എവിടെ പോയാലും നീ സാക്ഷിയായിരിക്കും. നിന്റെ ജീവിതം കണ്ട് അനേകർ ദൈവത്തെ സ്തുതിക്കാനിടയാകും. നിന്റെ ആ നന്മയിലുള്ള പെരുമാറ്റം കണ്ട്, ശുശ്രൂഷ കണ്ട്, ഇടപെടൽ കണ്ട്, സഹായം കണ്ട്, സംസാരം കണ്ട് മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കാനിടയാകും. കർത്താവ് തന്നെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം അവിടെ പറഞ്ഞു, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കണ്ടോ, നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യ ജീവിതമാണ്. യേശുവിനെ സാക്ഷി നമ്മുടെ കുടുംബത്തിലും. ഇവിടെ പറഞ്ഞു, ഈശോ പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കും. ശരിയാ. അതിനെക്കുറിച്ച് ആത്മീയ പിതാക്കൾ പറയും, ജെറുസലേം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ആദ്യം സാക്ഷികളാകണം. നമ്മുടെ ഇടവകയിൽ നമ്മൾ സാക്ഷികളാകണം. നമ്മുടെ ദേശത്ത് നമ്മൾ സാക്ഷികളാകണം. ലോകത്തിൽ എവിടെ പോയാലും നമ്മൾ സാക്ഷികൾ. വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഈശോയുടെ സ്വന്തമാണ് ഞങ്ങളെന്ന് ലോകമറിയുന്നത് നമ്മുടെ പ്രവർത്തികളാണ്. നിങ്ങളുടെ പ്രവർത്തികൾ കണ്ടാണ് മറ്റുള്ളവർ ദൈവത്തെ. ഇന്ന് എനിക്കൊരു മെസ്സേജ് കിട്ടി. ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് വന്നതാണ്. വാട്സപ്പിൽ വന്നൊരു മെസ്സേജ്. ഒരു ഹൈന്ദവ എഴുത്തുകാരൻ ക്രിസ്ത്യാനികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നല്ലൊരു ലേഖനമെന്ന് പറയാനില്ല, ഒരു കുറിപ്പാണ്. ഒരു പേജ്, 1.5 പേജേ ഉള്ളൂ. പക്ഷെ അതിൽ വളരെ സന്തോഷമായിട്ട് ആ ക്രിസ്ത്യാനികൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുകയാണ്. ഞാൻ അവരെ കണ്ടു, അവരുടെ പ്രവൃത്തികൾ ഞാൻ വളരെ വിശദമായിട്ട് കാണുകയും പഠിക്കുകയും ചെയ്തു. അവർ സമാധാനപ്രിയരാണ്, ആരോടും വഴക്കടിക്കാൻ നടക്കുന്നവരല്ല. അവർ രാവിലെ ഉണർന്ന് പള്ളിയിൽ പോകുന്നവരാണ്. അവരുടെ ആ കുടുംബങ്ങളുടെ സ്ത്രീകൾ ഉണർവോടെ രാവിലെ പ്രഭാതത്തിൽ പള്ളിയിലേക്ക് ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നടക്കുന്നത്. അവരുടെ കുട്ടികൾ ചെറുപ്പം മുതലേ നന്മയിൽ വളർത്തപ്പെടുന്നു, പള്ളികളിൽ കൊണ്ടുപോകുന്നു. അവരുടെ വൈദികർ അവർക്കെല്ലാറ്റിനും ഗുരുനാഥന്മാരാണ്. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണ് എനിക്ക് വായിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു വിജാതീയനായ ഒരു ഹൈന്ദവ സഹോദര എഴുത്തുകാരൻ ക്രിസ്ത്യാനികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, അവർ ഒരിടത്തും യുദ്ധപ്രിയർ കലഹപ്രിയരോ ഒന്നും അല്ലെന്ന് പറയുക. അപ്പം എന്നിട്ട് പറയുകയാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രവർത്തികൾ കണ്ടോ. ആത്മാവിൽ നിറഞ്ഞ ജീവിതം, പരിശുദ്ധാത്മാവിൽ നിറയണം. ആ നിറവ് നമ്മൾ എപ്പോഴും നിലനിർത്തണം. നമ്മളപ്പോൾ നിറവെന്ന് പറയുമ്പോൾ അർത്ഥം എന്താ? നമ്മളൊരു ബാറ്ററി ചാർജ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നവരാ, മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യാൻ വയ്ക്കും. പക്ഷെ മൊബൈൽ ഫോൺ 100% ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആയാലും ആ ചാർജ് എപ്പോഴും നിലനിൽക്കുമോ? ഇല്ല. ഒരു ദിവസം 1 മണിക്കൂർ കഴിയുമ്പം അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിയുമ്പോൾ അത് 10% കുറഞ്ഞു, അല്ലെങ്കിൽ 5% ഉപയോഗിക്കുന്ന അനുസരിച്ച് എൻ്റെ ചാർജ് കുറയും. ആ ചാർജ് കുറഞ്ഞ് 60ആയി, 50ആയി, 30ആയി, 20 ആകുമ്പോൾ സൈൻ വന്നു തുടങ്ങും. എന്താ? യുവർ ബാറ്ററി ഈസ് ഗെറ്റിംഗ് ലോ എന്ന് പറഞ്ഞ് കാണിക്കുക. പിന്നെയും താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും പറയും യുവർ ബാറ്ററി ഈസ് ഗെറ്റിംഗ് ലോ, സോ ചാർജ് ഇറ്റ്. ഒരടയാളം തരികയാണ്, നിൻ്റെ ഫോണിൻ്റെ ബാറ്ററി ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ചാർജ് പോകും. 10ൻ്റെ താഴെ വന്നു കഴിയുമ്പോൾ വീണ്ടും പറയും യുവർ ബാറ്ററി ഈസ് ഗെറ്റിംഗ് വെരി ലോ, സോ ചാർജ് ഇമ്മീഡിയറ്റ്ലി. അതും കഴിഞ്ഞ് 5% ആയി കഴിയുമ്പോൾ അവൻ സ്വിച്ച് ഓഫ് ഒക്കെ തുടങ്ങും. എന്താ? അതിൻ്റെ ഫോണിൻ്റെ ലൈറ്റൊക്കെ കുറയും. എന്താ? അടയാളം തരികയാണ് യുവർ ബാറ്ററി ഈസ് ഗെറ്റിംഗ് ക്രിട്ടിക്കലി ലോ, യു ചാർജ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി, അതർവൈസ് യു വിൽ എൻഡ് അപ്പ് വിത്ത് ദ കോൾ. അപ്പോൾ അത് പറയുകയാണ് കൃത്യമായിട്ട്. ബാറ്ററിയുടെ ചാർജ് അങ്ങോട്ട് 10% ഒക്കെ ആയി കഴിയുമ്പോൾ വീക്കായി തുടങ്ങി, 5 ആയി കഴിയുമ്പോൾ വീണ്ടും വീക്കായി, ചില പ്രവൃത്തിയൊക്കെ ക്ലോസ് ഡൗൺ ചെയ്യും. ഇതുപോലെ നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ആ ശക്തി, ആ നിറവ് 100% 60 ഇതിന് താഴേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ തളർന്ന മനുഷ്യരായി പോകും.
നമ്മൾ ഷുഗർ ഡൗൺ ആകുന്ന പോലെയാകും. ഷുഗർ ഇത്ര ശതമാനം വേണം, 80-നും 120-നും ഇടയ്ക്ക് നമ്മൾ നിൽക്കണം. ആ ഷുഗർ താന്ന് 70-ആയി 60-ആയി 50-ആയി കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? എല്ലാം തളർന്ന് കുത്തും. ഇനി അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ബോധം കൂടെ പോകും. പിന്നെ നമ്മൾ പഞ്ചസാര കലക്കി കൊടുക്കണം, അല്ലെങ്കിൽ തേൻ ഒഴിച്ച് കൊടുക്കണം വായിൽ. ആ തന്നെത്താൻ പോയി എടുക്കാൻ പറ്റിയല്ല, വല്ലവരും കൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ അവൻ ചാർജ് കയറുകയുള്ളൂ. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ കാര്യം. യു ഷുഡ് ഗെറ്റ് യുവർ സ്പിരിറ്റ് ചാർജ്ഡ് വിത്ത് ഹോളി സ്പിരിറ്റ്. നമ്മുടെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണം, ചാർജ് ചെയ്യണം. ഈ ചാർജിങ്ങിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്, ഈശോയുടെ വചനം വായിക്കുന്നത്. കാരണം യേശുവിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനമാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് ആ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഉണർവ് വരും. ആ വചനം കേൾക്കുമ്പോൾ, വചനത്തെക്കുറിച്ച് വ്യാഖ്യാന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഉണർവുണ്ടാകും, നമ്മുടെ ഹൃദയത്തിനൊരു ജ്വലനമുണ്ടാകും. അതാണ് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് സുവിശേഷകൻ പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 13 മുതൽ 24-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾ. എമ്മാവുസിലേക്ക് പോയ 2 ശിഷ്യന്മാർ നിരാശരായിട്ട് പോകുന്നു. ഈശോ ഉദ്ധിതനായ കർത്താവ് വേറെ രൂപത്തിൽ ഒരു സഹയാത്രികനെ പോലെ അവരുടെ കൂടെ നടക്കാൻ തുടങ്ങി. ഇവരുടെ ആ നടപ്പ്, തളർന്ന സംസാരം, അവരുടെ മുഖമെല്ലാം തളർന്ന മുഖം, ഉണർവുള്ള മുഖമല്ല അവർക്ക്. വചനത്തിൽ പറയുന്ന അതാണ്, മ്ലാനവദനരായിരുന്നു, സന്തോഷവദനരല്ല. പിന്നെ എന്ത് വദനമാണ്? മ്ലാനവദനരായിരിക്കും, ദുഃഖിതരായിരുന്നവർ. അതിൻ്റെ കാരണം എന്താ? അവരുടെ പ്രത്യാശ എല്ലാം നശിച്ചു. ഈശോ ഇപ്പം ലോകമെല്ലാം നന്നാക്കുമെന്ന് പറഞ്ഞിരുന്ന് ഈശോനെ എല്ലാവരും കൂടി തൂക്കിക്കൊന്നു, മരിച്ച് അടക്കം ചെയ്തു. അങ്ങനെ അടക്കപ്പെട്ട കർത്താവ് മരിച്ചെന്ന് മാത്രമല്ല, അപ്പോഴെങ്കിലും എഴുന്നേക്കുമെന്ന് ഓർത്തു. ഈശോ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചത് കൊണ്ട്, കുരിശിൽ മരിച്ചു കഴിയുമ്പോൾ അവൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുമെന്ന് അവരോർത്ത്. അതും വന്നില്ല. അവസാനം കല്ലറയെ കൊണ്ടുവന്ന് അടക്കിയെന്ന് കൂടെ കേട്ടപ്പോൾ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു. അവർ തിരിച്ചു പോവുകയാണ് സ്വന്തം ദേശത്തെ. പോകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ നിരാശരായവർ പോവുക. അവരുടെ കൂടെ നടന്നപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങൾ എന്തിനെക്കുറിച്ചായി സംസാരിക്കണം? കാരണം നമ്മളും അങ്ങനെയല്ലേ, നമ്മുടെ പള്ളിയിലോ എവിടെയെങ്കിലും ഒരു കാഷ്വാലിറ്റി വന്ന് എന്തെങ്കിലും ദുഃഖകരമായൊരു കാര്യം സംഭവിച്ചാൽ അത് കണ്ടിട്ട് പോകുമ്പോൾ, തിരിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ കേട്ടിട്ട് പോകുമ്പോൾ നമ്മൾ വർത്തമാനം പറയും, എന്നാലും എന്താണ് അവൻ അങ്ങനെ ചെയ്തത്, എന്നാലും അവൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തത്, അങ്ങനെ എല്ലാം അങ്ങോട്ട് നമ്മൾ ഷെയർ ചെയ്താൽ പോണം. ഈശോ അവരുടെ ഇടയിൽ കയറിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനെക്കുറിച്ചായി സംസാരിക്കുന്നത്? അപ്പോൾ ഉടനെ അവർ, ഞങ്ങളിങ്ങനെ ഒരു യേശു എന്ന ഒരാളുണ്ടായിരുന്നു, അങ്ങനെ ഇന്ന കാര്യങ്ങളായിരുന്നു, ഒത്തിരി അത്ഭുതം പ്രവർത്തിച്ച ആളാണ്, പക്ഷെ അവൻ ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവനെ എല്ലാവരും കൂടി തൂക്കിക്കൊന്നതേ കൊണ്ടേ കല്ലറ അടക്കി. ഇങ്ങനെ അപ്പോൾ ഉടനെ ഈശോ അവരോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് യേശുവിനെക്കുറിച്ച്, യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, സഹനങ്ങളെക്കുറിച്ച്, അവസാന ഉത്ഥാനത്തെക്കുറിച്ചെല്ലാം ഈശോ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചുവെന്നാണ് പറയുന്നത്. വചനത്തിൻ്റെ അഭിഷേകം വരുവാണ്. കണ്ടോ, ദൈവാത്മാവിൻ്റെ വചനം നമ്മൾ കേൾക്കും തോറും, ആ വചന പ്രസംഗം കേൾക്കും തോറും നമ്മുടെ ഹൃദയങ്ങൾക്കൊരു ജ്വലനമുണ്ടാകും. ഹല്ലേലൂയ. കണ്ടോ, അതൊരു ജ്വലനമാണ്, ആത്മീയ ഉണർവാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിദായകമാണ്, ഇരുതല വാള് പോലെ മൂർച്ചയുള്ളതും ആത്മാവിനെ ഉണർത്തുന്നതാണ്. സന്ധിബന്ധങ്ങളിലേക്ക് കടന്ന് നമ്മുടെ ജീവനെ ഉണർത്തുന്ന വചനമാണ്, ശക്തിയാണത്, ജീവൻ്റെ ശക്തി. അപ്പം ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പല വിധത്തിൽ നമ്മളിലേക്ക് വരും. ഒന്ന്, പ്രാർത്ഥനയിലൂടെ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഒഴുകിയിറങ്ങും. നമ്മൾ ചാർജ് ചെയ്യാൻ പ്ലഗ് ചെയ്ത് വെക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് വെറുതെ ഇരുന്നാൽ മതി. ദേവാലയത്തിൽ വന്ന് നമ്മൾ വെറുതെ ഇരുന്നാൽ മതി. ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ചാർജിങ് ആയിട്ട് വരും. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ വെറുതെ അല്പനേരം ഇരുന്നാൽ മതി, നമുക്ക് ചാർജ് കയറുന്ന അനുഭവം ഉണ്ടാകും. ഇപ്പോൾ പുതിയ ഒരു ചാർജിങ് വന്നിട്ടുണ്ട്. ഞാൻ ഇന്നാൾ എന്നെ ഒരാൾ വണ്ടിയെ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ഒരു വെഞ്ചരിപ്പിന് പോയതാണ്, പക്ഷേ അദ്ദേഹത്തിന് മോഡേൺ വണ്ടിയാണ്. അവിടെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ വണ്ടിയുടെ നടുക്കൊരു കാസ്കറ്റുണ്ട്, അതിൻ്റെ അകത്ത് വെറുതെ മൊബൈൽ വെറുതെ വെച്ചാൽ മതി, വയറൊന്നും കുത്തണ്ട, അല്ല ആ ചാർജ് ചെയ്തോളൂ എന്ന് അയാൾ പറയുകയാണ്. അത് ഇതിനകത്ത് വെച്ചാൽ മതി, തന്നെത്താൻ ചാർജ് ചെയ്തോളൂ.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദേവാലയത്തിൽ വന്ന് നമ്മൾ വെറുതെ ഇരുന്നാലും മതി, നമ്മൾ ചാർജ് കയറിക്കൊണ്ടിരിക്കും. കാരണം എന്താ, ദേവാലയത്തിൽ വന്ന് പോകുമ്പോൾ നമുക്കെല്ലാം ചാർജാണ്. പള്ളി വിശുദ്ധ കുർബാനയ്ക്ക് വന്ന് ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ചാർജ്ഡായിട്ടാണ് പോകുന്നത്. ആത്മീയ നിറവാണ്, ആത്മീയ ഉണർവാണ്, ആത്മീയ ശക്തിയാണ്. ആ ഒരു ആത്മീയ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആത്മനിറവ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ നിറയണം. ആ നിറവിലേക്ക് വരണം. അതിന് 4 മാർഗങ്ങൾ നമുക്കുണ്ട്. ഒന്ന് പ്രാർത്ഥനയാണ്. വ്യക്തിപരമായിട്ടോ സമൂഹമായിട്ടോ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മിലേക്ക് വരും. പ്രാർത്ഥിക്കുന്ന മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങും. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം. വചനം വായിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ വചനം കുഞ്ഞുമക്കളും വായിക്കണം. പ്രത്യേകിച്ച് പുതിയ നിയമം, സുവിശേഷങ്ങൾ. നമ്മുടെ കുട്ടികൾക്കൊരു വചന ഗ്രന്ഥം കൊടുക്കണം. ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ കൊടുക്കുന്ന വചനം ഒരു കുരിശ് സൂക്ഷിക്കുന്ന പോലെ, കൊന്ത സൂക്ഷിക്കുന്ന പോലെ ആ വചനഗ്രന്ഥം പവിത്രമായിട്ട് സൂക്ഷിക്കണം. ആ വചനഗ്രന്ഥം, ആ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് ജ്വലിപ്പിക്കും. ആ വചനത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഓൺലൈനിൽ ഇഷ്ടം പോലെ വചനമാധ്യമങ്ങളുണ്ട്. അത് ഉപയോഗിച്ച് വചനം കേൾക്കണം. അപ്പം നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും, ആത്മാവിൻ്റെ ഉണർവ് ലഭിക്കും, നിറവ് ലഭിക്കും. മൂന്നാമത്തേതാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിലൂടെ ഏറ്റവും വലിയ ആത്മാഭിഷേകം വരുന്നത് വിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധാത്മാവ് ആവസിച്ച് പവിത്രീകരിക്കുന്ന നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരരക്തങ്ങളാക്കി മാറ്റുന്ന വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മിലേക്ക് ആ കുർബാനയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകിയിറങ്ങുകയാണ്, ശക്തി വരികയാണ്. ഒരു ടാബ്ലറ്റ് നമ്മൾ ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അതിലൂടെ നമ്മിലേക്ക് ആത്മാവിൻ്റെ ശക്തി വന്ന് നിറയുന്നു. നമ്മുടെ ശരീരത്തിനത് വ്യാപിക്കുന്നു. നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിൻ്റെ ശക്തി നിറയുന്നു. ഈ ബോധ്യം നമുക്ക് വേണം. വിശുദ്ധ കുർബാന ദൈവാരാധനയാണ് ഒന്നാമത്. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ സ്വർഗം തുറക്കപ്പെടുകയാണ്, സ്വർഗത്തിൻ്റെ ശക്തി. പ്രത്യേകിച്ച് മനോഹരമായ ദേവാലയം ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എൻ്റെ മനസ്സിൽ ഇത്രയും മനോഹരമായൊരു ദേവാലയം, മഹത്വം പേറുന്ന ദേവാലയം. ആ ജെറുസലേം ദേവാലയത്തിൻ്റെ മഹത്വം പറയുന്നത് പോലെ ആ സ്വർഗത്തിൻ്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയം. ഇവിടെ വരുന്നത് തകർച്ച കാണാൻ മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം, കുരിശിനപ്പുറത്തുള്ള ദൈവത്തിൻ്റെ മഹത്വം കാണാനാണ്. ആ ദൈവത്തെ ആരാധിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ചാർജ് ചെയ്യപ്പെട്ടാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഓരോ ദിവസവും നാം വരുന്നവർ ചാർജ് ചെയ്യപ്പെട്ടാണ് വിശുദ്ധ കുർബാനയിലൂടെയുള്ള ആത്മാഭിഷേകം. നാലാമത്തതാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ, അല്ലെ ആശീർവാദ പ്രാർത്ഥനകൾ. പ്രത്യേകിച്ച് വൈദികരുടെ ആശീർവാദം. നമ്മുടെ കുർബാനയിൽ എപ്പോഴും സമാപനത്തിൽ ആശീർവാദമുണ്ട്. എന്തിനാണത്? കൈവെപ്പാണ്, കൈവെപ്പ് പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെടുന്നത് ആശീർവാദ പ്രാർത്ഥനയിലൂടെയാണ്. പഴയ നിയമത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, നീ എൻ്റെ ജനത്തെ ഈ പ്രാർത്ഥന ചൊല്ലി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ചാണ് ഇസ്രായേൽ ജനത്തെ മോശ അനുഗ്രഹിച്ചത്. പുതിയ നിയമത്തിലും അതെ, ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. കണ്ടോ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം അനന്തരം അവിടുന്ന് ഇരു കരങ്ങളും ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹിതനായി. അതുകൊണ്ട് ആ കർത്താവിൻ്റെ അനുഗ്രഹമാണ് യേശുവിൻ്റെ നാമത്തിൽ വൈദികർ നിങ്ങൾക്ക് നൽകുന്നത്. ആ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കൈവപ്പ് പ്രാർത്ഥന വലിയൊരു അഭിഷേകമാണ്. എന്താ കാരണം? മെത്രാന്മാർ ഞങ്ങൾക്ക് പട്ടം തരുമ്പോൾ, പൗരോഹിത്യ പട്ടം തരുമ്പോൾ അതിൽ ആ പൗരോഹിത്യ പട്ടം നൽകുക ശുശ്രൂഷയുടെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന കൈവപ്പ് പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ മാമോദീസ സ്വീകരിച്ചവരുടെ മേൽ കൈകൾ വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവർക്ക് ആത്മീയ വരങ്ങൾ ലഭിച്ചു, ആത്മീയ ഉണർവ് ലഭിച്ചു, അവർ സാക്ഷികളായി തീർന്നു. ഇതേ കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ മാധ്യസ്ഥം, വിശുദ്ധരുടെ മാധ്യസ്ഥം, വൈദികരുടെ മാധ്യസ്ഥം, അല്ലെ വൈദികരുടെ അനുഗ്രഹം, ആ പ്രാർത്ഥന വഴി നമ്മൾ അഭിഷേചിതരായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ അഭിഷേകത്തിന് വേണ്ടിയാണ്.
അഭിഷേകത്തിന് വേണ്ടി. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ അഭിഷേകം സ്വീകരിക്കാൻ തടസ്സമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഏതെങ്കിലും പാപങ്ങളോ ഏതെങ്കിലും വിദ്വേഷ വൈരാഗ്യങ്ങളോ വിഷമങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. കാരണം എന്താ? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒന്നും തടസ്സമാകരുത്. അങ്ങനെ എല്ലാ തടസ്സങ്ങളും നീക്കി ആത്മനിറവോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. ഈ ആരാധനയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ ആത്മാവിൽ നിറവുള്ളവരായി തീർന്ന് ഉണർവുള്ള ദൈവമക്കളായി ദൈവത്തിൻ്റെ മഹത്വം മറ്റുള്ളവർക്ക് സാക്ഷ്യപ്പെടുത്തുന്ന ജീവിക്കുന്ന സാക്ഷികളായി സന്തോഷത്തോടെ ആത്മാവിൻ്റെ ഫലങ്ങളോടെ ജീവിക്കാൻ, ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയുമുള്ള മക്കളായി ജീവിക്കാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ആത്മനിറവിന് വേണ്ടി ഈ ആരാധനയിൽ ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ ആത്മാവിനാൽ നിറച്ച് അവിടുത്തെ സാക്ഷികളാക്കി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിലൊരായിരം നാൾ വാഴുവതേക്കാൾ മോഹനം. ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന ആയിരം ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന. യേശുവേ നാഥ യേശുവേ നാഥ യേശുവേ നാഥ ആരാധന. യേശുവേ നാഥ യേശുവേ നാഥ യേശുവേ നാഥ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. യേശുവേ നാഥ യേശുവേ നാഥ ഞങ്ങളിൽ കനിയേ.
യേശുവേ നാഥ, യേശുവേ നാഥ, ഞങ്ങളിൽ കനിയണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, കൃപകൾ നൽകണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, കൃപകൾ നൽകണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, വരങ്ങൾ നൽകണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, വരങ്ങൾ നൽകണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, കൃപകൾ നൽകണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, കൃപകൾ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാക്ഷികളാക്കി ശക്തി നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയും. സഹ്യോശാലയെ പ്രാർത്ഥനാ നിരതരായിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ അങ്ങ് കടന്നു വന്ന് സമാധാനം ആശംസിച്ചുവല്ലോ. ഉദ്ധിതനായ കർത്താവെ, ഈ ദിവസക്ര സാന്നിധ്യം കൊണ്ട് വിശുദ്ധ കുർബാനയെ കുടികൊണ്ടുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നു. ഈശോയെ, നിന്റെ സമാധാനവും ശാന്തിയും ഈ മക്കളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമൂഹത്തെ രോഗികളായി കഴിയുന്നവരെയും പലവിധ വേദനകളാൽ ദുഃഖിക്കുന്നവരെയും പലതിനെക്കുറിച്ചും ആകുലപ്പെട്ടും അസ്വസ്ഥരായി കഴിയുന്നവരെയും തങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ മക്കളെക്കുറിച്ചും ജീവിതത്തെ കുടുംബത്തിലെ മറ്റംഗങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നവരെയും എല്ലാം സമർപ്പിക്കും. ഈശോയെ, നീ കരുണയുള്ള ദൈവമാണ്, നീ ശക്തിയുള്ള ദൈവമാണ്. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാം
ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ സന്നദ്ധി ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. ശാന്തമായി കർത്താവിൻ്റെ ദിവ്യ സാന്നിധ്യത്തിലാണ്. കർത്താവായ ഈശോയെ, ആ ദിവ്യ സാന്നിധ്യം ഇവർ അനുഭവിക്കട്ടെ. അങ്ങയുടെ മഹത്വത്തിൻ്റെ ശക്തി മക്കൾ അറിയട്ടെ. കർത്താവ്, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് ഇവർ അറിയട്ടെ. സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ശക്തി ഇപ്പോൾ ഈ മക്കളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് ഇവരെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഇവരെല്ലാവരും മോചിപ്പിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. എൻ മനസ്സിൻ്റെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റണമേ. എല്ലാവരും രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റണമേ. ആദിവ്യാധികളും തീരാ ദുഃഖങ്ങളും എല്ലാം നീക്കിയ മാനസം നിന്നോട് ഗേഹമാക്കിടണേ. എല്ലാവരും രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ. എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റണമേ. കർത്താവായ ഈശോയെ, നിന്റെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കും. കരുണിവാനായ ഈശോയെ, കരുണ തന്നെയായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ ശക്തികളിലേക്കും ദുഃഖങ്ങളിലേക്കും ഭാരങ്ങളിലേക്കും ബന്ധനങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഇരുകരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. മഹത്വത്തിന്റെ ശക്തിയാൽ നിങ്ങൾ മോചിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ മക്കളെ ബന്ധിക്കുന്ന എല്ലാ ശക്തികളും നീങ്ങിപ്പോകട്ടെ. എല്ലാ പൈശാചിക പീഡകൾ വിട്ടുമാറട്ടെ. ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ആകുലതകൾ വിട്ടുമാറട്ടെ. തളർച്ചകൾ വിട്ടുമാറട്ടെ. ആധിവ്യാധികൾ വിട്ടുമാറട്ടെ. കർത്താവേ, നിന്റെ മഹത്വത്തിന്റെ ശക്തി ഇപ്പോൾ ഈ മക്കളിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ ജീവിത പങ്കാളികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തിയാൽ അവരെല്ലാവരും ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാ ബന്ധനങ്ങളിൽ നിന്ന്, പൈശാചിക പീഡകളിൽ നിന്ന്, ദുഷ്ടന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഇവരുടെ മക്കളുടെ കുടുംബങ്ങളും ജീവിത സാഹചര്യങ്ങളും മോചിപ്പിക്കപ്പെടട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാം സംഭവിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു നിമിഷം കൂടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മഹത്വത്തിന്റെ ശക്തി ഇറങ്ങട്ടെ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റണമേ. കൂടി എല്ലാവരും രക്ഷകനേശുവേ, എന്നിൽ വന്നിടണേ, എൻ മനസ്സിലെ ഭാരങ്ങൾ ദുഃഖങ്ങൾ നീയകറ്റണമേ. ഈശോയെ, നീ ഇവരെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയും. ഞങ്ങളുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ച കർത്താവേ, കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഈശോയെ, ലോകത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ, മറ്റുള്ളവരിൽ നിന്നുണ്ടായിട്ടുള്ള ദുഃഖങ്ങളെല്ലാം നീക്കിക്കളയണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെല്ലാവരെയും മോചിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. തളർന്നു പോയ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ നൽകി ഉണർത്തിയതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അയച്ച് ശക്തിപ്പെടുത്തിയതുപോലെ നിന്റെ ഈ മക്കളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവരെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഇവരെ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈശോ സമറിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവജലമായ പരിശുദ്ധാത്മാവിനെ നൽകും. ഈശോളോട് പറഞ്ഞു, നീ എന്നോട് ചോദിച്ചാൽ ഞാൻ നിനക്ക് ജീവജലം തരാം. ആ ജീവജലം കുടിക്കുന്നവന് വീണ്ടും ഒരിക്കലും ദാഹിക്കുകയില്ല. കർത്താവെ, ആ ജീവജലമായ പരിശുദ്ധാത്മാവ് വേണ്ടി മക്കൾ ദാഹിക്കും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു
നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ. അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നീ നിറയൂ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ.
പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുജീവദായകമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരങ്ങളിലും ആവസിക്കട്ടെ. ഇവർ ശക്തി പ്രാപിക്കട്ടെ, ആത്മീയ വരങ്ങൾ കൊണ്ട് നിറയട്ടെ. ആത്മാവിന്റെ ദാനങ്ങളായ ജ്ഞാനവും ബുദ്ധിയും ആലോചനയും അറിവും ആത്മശക്തിയും ഭക്തിയും ദൈവഭയവും നിറയട്ടെ. ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും സന്തോഷവും സമാധാനവും ക്ഷമയും ദയയും നന്ദിയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും വിശുദ്ധിയും എല്ലാവരും നിറയട്ടെ. കർത്താവേ, അങ്ങേക്ക് സാക്ഷികളാകാനുള്ള ആത്മീയ വരങ്ങൾ ഇവർക്ക് നൽകണമേ. ഇവർ പോകുന്ന വഴികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിതമാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വിദൂരങ്ങളിലായിരിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ആപത്തുകളുടെ അപകടങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇവർ സംരക്ഷിതരായി തീരട്ടെ. ഓരോ സമയത്ത് എന്ത് പറയണമെന്നും എങ്ങനെ പറയണമെന്നും സംസാരിക്കുവാനുള്ള കഴിവ്, കൃപയും ജ്ഞാനവും അവർക്ക് ലഭിക്കട്ടെ. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കട്ടെ. നിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ മക്കൾ ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹദായകമായി തീരട്ടെ. എല്ലാറ്റിനും ഉപരി നിന്റെ പരിശുദ്ധ സാക്ഷികളായി തീരുവാനുള്ള എല്ലാ ആത്മീയ വരങ്ങളും കൊണ്ട് ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഈ മക്കളിൽ വന്ന് നിറയട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, നിറയുക നീ എന്നിൽ. എല്ലാവരും ആത്മാവ ദൈവമേ, നിറയുക നീ എന്നിൽ. കൃപകളിവരിൽ നിറഞ്ഞിടുവാൻ, വരങ്ങളിവരിൽ വളർന്നിടുവാൻ, കൃപകളിവരിൽ നിറഞ്ഞിടുവാൻ, വരങ്ങളിവരിൽ വളർന്നിടുവാൻ, ആത്മാവ ദൈവമേ, നിറയുക നീ എന്നിൽ. ആത്മാവ ദൈവമേ, നിറയുക നീ ഇവരിൽ. ആത്മാവ ദൈവമേ, നിറയുക നീ എന്നിൽ. ദൈവമേ, നിറയുക നീ എന്നിൽ. സ്വർഗീയ പിതാവേ, ഇടപുത്രനെ ഞങ്ങളുടെ കർത്താവായ ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവരെ നിറയട്ടെ. ഇവിടെ ആത്മാവും മനസ്സും ശരീരവും ആത്മീയ ശക്തി കൊണ്ട് നിറയട്ടെ. ഇവിടെ ശരീരത്തിന് സൗഖ്യവും ആത്മാവിനുണർവും ഹൃദയത്തിന് ആനന്ദവും അവർക്ക് ലഭിക്കട്ടെ. ഇവിടെ കുടുംബങ്ങളും ജീവിത സാഹചര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവേ, ഇവിടെ പരിശുദ്ധാത്മാവ് ഓരോ സാഹചര്യത്തിലൂടെ നയിക്കട്ടെ.
വഴിതെറ്റാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവരെ നയിക്കട്ടെ. തിന്മയുടെ പ്രലോഭനം വീഴാതിരിക്കാനുള്ള വിവേകവും ശക്തിയും പരിശുദ്ധാത്മാവ് ഇവർക്ക് നൽകട്ടെ. എല്ലാറ്റിനുമുപരി ആത്മീയ സന്തോഷത്തിൽ ജീവിക്കാൻ ഇവർക്കെല്ലാവർക്കും ആത്മാവ് വഴി ഇടയാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. ഈശോ പറയുന്നു, ഒരു നിമിഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നു. ഇടതുകരം നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് വലതുകരം ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ നാമത്തിൽ ഈ മക്കൾ വലതുകരം ഉയർത്തിയിരിക്കുന്നു. അങ്ങയുടെ കൃപയുടെ ശക്തി കരത്തിലൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്കും ഭവനങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും ഒഴുകട്ടെ. അവിടെ നിന്ന് എല്ലാ അസ്വസ്ഥകളും നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, കഷ്ടതകൾ നീങ്ങട്ടെ. കർത്താവേ, കുറവുകൾ പരിഹരിക്കപ്പെടട്ടെ. ആത്മാവിൻ്റെ ശക്തിയാൽ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയും ആത്മാവിൻ്റെ ശക്തിയാൽ നയിക്കപ്പെടുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമുണ്ടായിരിക്കട്ടെ. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൃതജ്ഞതയുടെ സ്തോത്രത്തിന്റെ ഒരു പ്രാർത്ഥന. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെ ഓർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ നാഥൻ ആലോലിച്ചണച്ചിടുന്നു, അമ്മയെ പോലെ നാഥൻ ആലോലിച്ചണച്ചിടുന്നു. സമാധാനമാകിടന്നുറങ്ങാ മാറി ദീനം ദീനം ദീനമായി. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ. നാഥൻ നാൾ തോറും ചെയ്ത നന്മകളെയോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. 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 നമ്മൾ കേട്ട വചനം ഓർക്കുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്.